ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. 41 ഡിവൈസുകൾ ഞാൻ കാണുന്നുണ്ട്. കുറെ പേര് വീഡിയോ ഓൺ ചെയ്ത് ശ്രദ്ധിക്കുന്നു. മറ്റുള്ള പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുന്നല്ലോ. നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിലും ഈ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞൊരു പ്രാവശ്യം ദൈവം ശുശ്രൂഷിപ്പാനുള്ള അവസരമുണ്ടായി. അന്ന് നെറ്റ്വർക്കിന്റെ തടസ്സങ്ങളുടെ ശക്തമായ മഴയുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും സംസാരിപ്പാൻ കർത്താവ് ഇടയാക്കി. ഒരു പ്രാവശ്യം കൂടെ ഈ മീറ്റിംഗിൽ, പ്രത്യേകിച്ച് 40 ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ 12ാമത്തെ ദിവസം പകൽ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ വരുവാൻ കർത്താവ് തന്ന അവസരത്തെ വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ആയാപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വീയപുരത്തിനടുത്ത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ദീർഘവർഷങ്ങൾ, ഏതാണ്ട് 24 വർഷത്തോളം വയനാട്ടിൽ കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷമായിട്ട് ഒരു 5 വർഷത്തോളം തിരുവല്ലയിൽ ഉണ്ടായിരുന്നു, വള്ളംകുളത്ത്. അതിനുശേഷമാണ് ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എനിക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. വൈഫിന്റെ പേര് ബീന എന്നാണ്. ഇടുക്കിയിലാണ് വീട്. മക്കള് മൂത്തയാള് മസ്കറ്റില്, രണ്ടാമത്തെ ആള് ഗൂഡല്ലൂർ, നിലമ്പൂർ ഗൂഡല്ലൂര് ഡയാലിസിസ് ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇളയത് മോളാണ്. മോളുടെ പേര് സ്നേഹ. അവള് ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക, സഭയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നെ അറിയാവുന്ന ചിലെങ്കിൽ ഒരു പക്ഷേ കാണുമായിരിക്കാം. എനിക്ക് പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ ആരെയും പരിചയമായിട്ട് വരുന്നില്ല. കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നമ്മളെ ഒന്നാക്കി തീർത്ത ദൈവത്തിന്റെ കരുണയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 40 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പോയിട്ടിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവമുമ്പാകെ ആയിരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ ഓർത്ത്, ഉത്സാഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ കരുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനും കൂടെ ചേർന്നുള്ള ഒരു KUPF എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. കരുവാറ്റ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 12 മണിക്കൂർ, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ കർത്താവിന്റെ സന്നിധിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകി, ഞങ്ങൾക്ക് കൃപ നൽകി. ദൈവസന്നിധിയിൽ സമയങ്ങൾ ചെലവഴിക്കുക എന്നുള്ളത് ഒട്ടും നഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവജനത്തിന് മുമ്പാകെ ആയിരിക്കാനും ധ്യാനിപ്പാനും ദൈവജന സന്ദേശങ്ങൾ കേൾക്കുവാനും ഇന്നലെ പകല് ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് കൃപ നൽകി. അത് 12 മണിക്കൂറായിരുന്നു. സ്തോത്രം. ദിവസങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിക്കുക എന്നുള്ളത് നിശ്ചയമായിട്ടും അനുഗ്രഹത്തിന് കാരണമായി തീരും. സമയങ്ങൾ വേർതിരിച്ചവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളൊന്നും തിരക്കില്ലാത്തവരല്ല. പല ബന്ധപ്പാടുകളും തിരക്കുകൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സമയം അറേഞ്ച് ചെയ്ത് ദൈവത്തിന് എന്തെങ്കിലും പ്രാപിക്കണമെന്നുള്ള ഒരുക്കത്തോടെ സ്തോത്രം സമയം കണ്ടെത്തി വന്നവരാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പലർക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള തിരക്കുകളാണ്. അവസരം കിട്ടിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യപ്പെടാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴേ അവർ വരാറുള്ളൂ. എന്നാൽ മുന്നമേ വന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ഇപ്രകാരമാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, വലിയ ഉത്സവം നടക്കുന്ന പറമ്പിൽ ജനറേറ്റർ എന്ന് പറഞ്ഞ സാധനം ഇരിപ്പുണ്ട്. അത് ഉത്സവ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കായിരിക്കും ഇരിക്കുന്നത്. അത് ഭയങ്കര ശബ്ദമുള്ളതാണ്, പുകയുണ്ട്, കരിയുണ്ട്. അതിനോട് അടുക്കാൻ നമുക്ക് താല്പര്യമില്ല. എന്നാൽ അത് ആർക്കും ഇഷ്ടപ്പെടുന്നതുമല്ല. എന്നാൽ ഇപ്പുറത്ത് സ്റ്റേജ് ഉണ്ട്, വലിയ ബൾബുകളുണ്ട്, സീരിയൽ ബൾബുകളുണ്ട്, കളർ ബൾബുകളുണ്ട്, വലിയ ഗാനവേളയും പ്രസംഗവും കഥാപ്രസംഗവും എന്ന് വേണ്ട കച്ചവടങ്ങളും ഒക്കെ നടക്കുന്നു. അതെല്ലാം വളരെ ഭംഗിയുള്ളതാണെങ്കിലും ഇതെല്ലാം ഭംഗിയുള്ളതായി പ്രവർത്തിക്കാൻ കാരണം അപ്പുറത്തിരിക്കുന്ന ജനറേറ്ററാണ്. അതിൽ നിന്ന് ഉയരുന്ന കരണ്ട്, അതിൽ നിന്ന് വരുന്ന കരണ്ട് കൊണ്ടാണ് ബാക്കി കാണുന്നതെല്ലാം പ്രവർത്തിക്കുന്നത്. എന്നതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനം ഒരു ജനറേറ്ററിന് തുല്യമാണ്. ബാക്കി നമ്മുടെ ശുശ്രൂഷാതലങ്ങൾ, കുടുംബത്തിലുള്ള വിജയം, തലമുറയ്ക്കുള്ള വിജയം, സഭയ്ക്കുള്ള വിജയം എന്ന് വേണ്ട ജീവിതത്തിന്റെ എല്ലാ അഭിവൃദ്ധിയുടെയും കാരണം മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന ഒരു ജനറേറ്റർ പോലെ അതിന് വേണ്ടതായ ശക്തി പകരുവാൻ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. നമ്മൾ പ്രശസ്തരായിരിക്കത്തില്ല, നമ്മുടെ പേര് നോട്ടീസിൽ കാണണമെന്നില്ല, നമ്മളെ കുറിച്ച് ആളുകൾ അറിയണമെന്നില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹമായി തീരും എന്നുള്ളത് യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പാരമ്പര്യങ്ങളെ വിട്ട് സത്യദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു ജനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളോട് പറയുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചുള്ളത്. അതിനാധാരമായി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം ഒരാൾ വായിക്കാമോ? സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലെ ഒരാൾ വായിച്ചോളൂ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവൻ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. മതി. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക ഇപ്പോൾ വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് വളരെ പരിചയമുള്ള
ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് കർത്താവിനെ വേർപെട്ട് ആരാധിക്കുന്ന ദൈവമക്കളാണ് ഈ സൂം മീറ്റിംഗിൽ അധികവും എന്ന് ഞാൻ ചിന്തിക്കുന്നു. കുറച്ചുപേരെയാണ് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ദൈവദാസൻ പറഞ്ഞതുപോലെ തലയിൽ തുണിയൊക്കെ ഇട്ട് ഭംഗിയായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തലയിൽ തുണിയിടാത്തതോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. എന്നാൽ ഇതൊരു സമർപ്പണത്തിന്റെ ഭാഗമാണ്, അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിധേയത്വവും ഒരുക്കവും ഒക്കെ ദൈവം പ്രസാദിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയുള്ളവരോട് ദൈവവചനം പറയാൻ എനിക്ക് വലിയ സന്തോഷവുമാണ്. സ്തോത്രം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളെക്കാൾ വ്യത്യസ്തമായി സമവീക്ഷണ സുവിശേഷങ്ങളായി മത്തായി, മർക്കോസ്, ലൂക്കോസ് നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു കോണിൽ നിന്ന് വീക്ഷിക്കുന്ന വീക്ഷണമാണ് യോഹന്നാന്റെ സുവിശേഷം. സ്തോത്രം. മറ്റ് സുവിശേഷങ്ങൾ കാണാത്ത നിരവധി ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിലെ പ്രത്യേകമായ ചരിത്രപരമായ വിഷയം എന്ന് പറയുന്നത് ശമരിയ സ്ത്രീയുമായിട്ടുള്ള യേശുവിന്റെ സംഭാഷണമാണ്. ഈ ശമരിയ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ശമരിയെ കുറിച്ച് നാം ഒന്ന് അറിയുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നു എന്നല്ല. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഒന്നും കൂടെ ഓർപ്പിച്ചുണർത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ശമരിയുടെ ചരിത്രം നാം ഒന്ന് നോക്കിയാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യം ഒന്ന് വായിക്കാം. ചില വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 24-ാം വാക്യം. അവൻ 6 സംവത്സരം വാണു. പിന്നെ അവൻ ശമേറിനോട് ശമര്യാമല 2 താലന്ത് വെള്ളിക്ക് വാങ്ങി ആ മലകളിൽ പട്ടണം തീർത്തു. താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന ശമേറിന്റെ പേരിൻ പ്രകാരം ശമരിയ എന്ന് പേരിട്ടു. സ്തോത്രം. ഈ പട്ടണത്തിന് പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ രാജാവായ ഒമ്രിയുടെ കാലത്ത് 2 താലന്ത് വെള്ളിക്ക് ശമേറിന്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം മേടിച്ചത് കൊണ്ടാണ് പിന്നീട് ആ ഉടമസ്ഥന്റെ പേരായ ശമരിയ എന്ന് ഇതിന് പേര് വരുവാനായിട്ട് കാരണമായി തീരുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം ഒത്തിരി വിശദീകരിച്ചു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മലബാറിലായിരുന്നപ്പം വിവിധ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ബൈബിൾ സ്കൂൾ അധ്യാപകരുടെയൊക്കെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് അല്പം ദൈവശാസ്ത്രപരമായിട്ടും പശ്ചാത്തലപരമായിട്ടും പറഞ്ഞു പോയാലേ നമുക്കൊരു തൃപ്തി വരികയുള്ളൂ. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ എടുത്തു പറയുകയാണ്. ചിലപ്പോൾ ഒരു സംശയം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയാനും കൂടെ തയ്യാറായിട്ടിരിക്കണം. ചോദ്യവും ഉത്തരവും ഒക്കെ ചിലപ്പോൾ ഇതിനകത്ത് വരും. സൂമിലായതുകൊണ്ട് ചോദ്യമൊന്നും ഇല്ല, എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് വന്നിട്ട് ആ വചനപ്രകാരം ഒരു ഉണർവുണ്ടാകുമ്പോഴാണ് അത് വലിയ അനുഗ്രഹമായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ശമരിയ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം താമസിച്ചിരുന്ന പട്ടണങ്ങളാണ്. എന്നാൽ അത് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നതായി നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കൂടെ. യഹൂദ രാജാവായ ആഹാസിന്റെ 12-ാം ആണ്ടിൽ ഏലായുടെ മകനായ ഹോശയ ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 9 സംവത്സരം വാണു. വായിച്ചോളൂ. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തനിക്ക് മുമ്പുള്ള ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അല്ലതാനും. അവന്റെ നേരെ അശൂർ രാജാവായ സൽമനേസർ പുറപ്പെട്ടു വന്നു. ഹോശയ അവന് ആശ്രിതനായി തീർന്ന് കപ്പം കൊടുത്തു വന്നു. എന്നാൽ ഹോശയ മിസ്രയീം രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്തത് നിമിത്തം അശൂർ രാജാവ് അവന് ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. അശൂർ രാജാവ് രാജ്യത്തെ എല്ലായിടത്തും മതി. സ്തോത്രം. നമ്മളൊരു ബൈബിൾ സ്റ്റഡി അല്ലല്ലോ, ഒരു ഭാഷ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ദൂതുകൾ നിങ്ങൾക്ക് കൈമാറുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. എങ്കിലും ഈ വചനത്തിന്റെ പശ്ചാത്തലം നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. സൽമനേസർ രാജാവിന്റെ കാലത്ത് ശമര്യയിൽ താമസിച്ചിരുന്ന ആളുകൾ അവർക്ക് കപ്പം കൊടുക്കാതെ വന്നതുകൊണ്ട് അശൂർ അവരെ പിടിച്ചുകൊണ്ടുപോയതായി നമ്മളിവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ ജനത്തെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി ശമര്യയിൽ ഉണ്ടായിരുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. ശേഷം അങ്ങോട്ട് വേറെ ആളുകളെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അതാണ് 29 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 29-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? എങ്കിലും
അതത് ജാതി താന്താന്റെ ദേവന്മാരെ ഉണ്ടാക്കി ഓരോ ജാതി പാർത്തു വന്ന പട്ടണങ്ങളിൽ ശമര്യർ ഉണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ബാബേൽക്കാർ സുഖോത്ത് ബെനോത്തിനെ ഉണ്ടാക്കി, കൂതക്കാർ നേർഗാലിനെ ഉണ്ടാക്കി, ഹവാത്തുകാർ അസീമയെ ഉണ്ടാക്കി, അവർക്കാർ ഹസിനെയും തർക്കീനെയും ഉണ്ടാക്കി, സെബറയിലെ ദേവന്മാരായ അദ്രമലേക്കിനും അനമേലേക്കിനും തങ്ങളുടെ മക്കളെ ജയിച്ചു. ഓക്കെ, താങ്ക് യു. അത് ചുരുക്കി പറഞ്ഞാൽ ബാബേൽക്കാര്, അതുപോലെ തന്നെ ഖൂദക്കാർ, ഹമാത്തുകാർ, ഔവക്കാർ, അതുപോലെ തന്നെ സഫർക്കാർ, ഇങ്ങനെ 5 സ്ഥലങ്ങളിലുള്ള ആളുകളെയാണ് ഈ ശമര്യരെ മാറ്റിയിട്ട് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഞാൻ ചുരുക്കി അങ്ങ് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇനി ഒന്നും കൂടെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈ കാണിച്ചാൽ ഞാൻ പറയുകയും ചെയ്യാം, അല്ലെങ്കിൽ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുകയും ചെയ്യും. ശമര്യയിലുള്ള ആളുകളെ പിടിച്ചോണ്ട് പോയിട്ട് അശൂരിലുള്ള 5 സ്ഥലങ്ങളിലുള്ള ആളുകളെ ശമര്യയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഈ ജാതികളായിട്ടുള്ള പറയപ്പെട്ട 5 സ്ഥലത്തുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ദേവന്മാരെ ഇവിടെ കൊണ്ടുവന്നു, ശമര്യയിൽ കൊണ്ടുവന്നു. ആ ദേവന്മാരെ അവർ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ സൽമനേസർ രാജാവിന്റെ കാലത്ത് അടിമകളായി പോയ ഇസ്രായേൽ ജനവും കുറച്ച് ജനം അവിടെ പാർക്കുകയും ചെയ്തപ്പോൾ ജാതികളായ ആളുകൾ അവിടെ വന്നു. ചുരുക്കം പറഞ്ഞാൽ ജാതികളുമായിട്ട് അവർ ഇടകലർന്നു. ഇസ്രായേലിന്റെ വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെട്ട് ജാതികളുമായിട്ടുള്ള ബന്ധങ്ങൾ അവർക്കുണ്ടായി. എന്നാൽ ശമര്യയിൽ താമസിക്കുന്നവർക്കറിയാം എവിടെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എന്താണ് പ്രമാണം, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നെല്ലാം അറിയാവുന്ന പ്രമാണം ലഭിച്ച ഇവർ ജാതികളുമായി ഇടപഴകി കഴിഞ്ഞപ്പോൾ അവരുടെ ദൈവിക ആരാധനയിൽ നിന്ന് അവർ മാറി. അങ്ങനെ യഹൂദനുമല്ല ജാതിയുമല്ലാത്ത എന്ന് പറഞ്ഞാൽ 2 പേരും കൂടെ ചേർന്ന സങ്കര ഇനമായ ഒരു കൂട്ടം ആളുകൾ ശമര്യയിൽ പാർപ്പ് തുടങ്ങി. അങ്ങനെ ഈ ശമര്യക്കാരുമായിട്ട് വാസ്തവത്തിൽ യഹൂദന്മാർക്ക് ഇസ്രായേലിന് ഒരു ബന്ധവുമില്ലാതെ വന്നു. പ്യൂരിറ്റി, അവരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന ജാതീയ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായി ദൈവമക്കൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള അർത്ഥത്തിൽ, എന്നുള്ള ആശയത്തിൽ അവർ ശമര്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, അതായത് പുതിയ നിയമത്തെ പലസ്തീൻ നാട് എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിലെ പുറകിൽ കാണുന്ന പുതിയ നിയമ ഭാഗത്തുള്ള ഭൂപടം എടുത്ത് നോക്കിയാൽ അറിയാം 3 പ്രത്യേക പാർട്ടായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. ഇത് നടുക്ക് കാണുന്ന പ്രദേശമാണ് ശമര്യ എന്ന് പറയുന്നത്. യഹൂദയിൽ നിന്ന് ഒരുവൻ വരണമെന്നുണ്ടെങ്കിൽ ഈ ശമര്യ വഴി വരാതെ അവർ ദൂരെ കൂടിയാണ് കടന്നു വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ സഞ്ചരിച്ച് യെരുശലേമിൽ എത്തേണ്ട ആളുകൾ ശമര്യ ഒഴിവാക്കാൻ വേണ്ടി ഒരു 150 170 അല്ലെങ്കിൽ 200 കിലോമീറ്ററോളം ചുറ്റിയാണ് ഇപ്പുറത്ത് വരുന്നത്. ശമര്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശമര്യരെ വാസ്തവത്തിൽ ഒന്നിനും അവർ സഹകരിപ്പിച്ചിരുന്നില്ല. ഈ അശൂരിലേക്ക് അടിമകളായി പോയ ഇവർ ജാതീയ രാജാവുമായിട്ടുള്ള ബന്ധങ്ങളും അവരുടെ പ്രവൃത്തികളും കൊണ്ട് അവരെ ഒന്നിനും ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യെരുശലേം മന്ദിരം പണിയുന്ന കാര്യം അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആളുകൾ വന്നു, ഞങ്ങൾ പണിയട്ടെ എന്ന് ചോദിച്ചു. ഒന്ന് വായിച്ചാട്ടെ. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദന്മാരുടെയും ബെന്യാമിന്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ യെരൂബാബേലിന്റെയും മൃദുഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ എന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശൂർ രാജാവായ യസർഫദോന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. അതിന് യെരൂബാബേലും യേശുവയും ശേഷം ഇസ്രായേൽ മൃദുഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസി രാജാവായ കോരസ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു. മതി, സ്തോത്രം. എന്റെ ഈ ആമുഖ വാക്യങ്ങളൊക്കെ അല്പം കടുപ്പം പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കുമെങ്കിലും അടുത്ത ആശയങ്ങൾ പറയുമ്പോൾ
നിങ്ങൾക്ക് ആ വിഷമമൊക്കെ അങ്ങ് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം നമുക്ക് മനസ്സിൽ സഹിക്കാൻ പറ്റാത്ത പേരുകളൊക്കെ ഉണ്ടെങ്കിലും ചരിത്രമൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇവര് മന്ദിരം പണിയാൻ വേണ്ടി, ആലയം പണിയാൻ വേണ്ടിയിട്ട് വലിയ സന്തോഷത്തോടെ, അല്ലെ മതിൽ പണിയാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ ഇസ്രായേലിന്റെ അടുക്കൽ വന്നപ്പം സെരുബ്ബാബേലും യോശുവയും പറഞ്ഞു, നിങ്ങൾ പണിയണ്ട, നിങ്ങളുടെ സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ദൈവകൃപയ്ക്ക് അനുസരിച്ച് ഉള്ളതനുസരിച്ച് ഞങ്ങള് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളൊന്നും നമുക്ക് വേണ്ട. സ്തോത്രം. എത്ര ലാഭമുണ്ടെങ്കിലും, എത്രമാത്രം നമുക്ക് സുഖകരമാണെങ്കിലും സൗകര്യപ്രദമാണെങ്കിലും ഇണയില്ലാപ്പിണ കൂടരുത്. ദൈവഹിതമല്ലാത്ത ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകരുത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മുടെ തലമുറകളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് ജാതി വ്യത്യാസമോ മതവ്യത്യാസങ്ങൾക്കോ ഒന്നും വലിയ പ്രസക്തി ഇല്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കാണണം, ഒരുപോലെ പോകണം എന്ന് പറഞ്ഞ് മനുഷ്യനെ മനുഷ്യനായി കാണണം. അതിലൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ വേർപെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കൾക്ക് അതിൻ്റെതായ ഒരു വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അങ്ങനെ ആളുകളെ ആക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ആഗ്രഹവുമാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു പ്രേമമോ അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ തലമുറ അത്തരമൊരു ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ ദൈവമക്കളുടെ വിശുദ്ധി എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ഒരു പ്രായപരിധി കഴിഞ്ഞാൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പരിമിതിയുണ്ട്. എന്നാൽ ദൈവവചനപ്രകാരം അവരെ പഠിപ്പിക്കുകയും വളർത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ തെറ്റായ വഴികളിൽ അവർ പോകാതെ അവരെ സൂക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ആരെങ്കിലും അങ്ങനെയുള്ള ഒരു ഭാരത്തോടെ ദൈവഹിതപ്രകാരം അല്ലാത്ത ചില ബന്ധങ്ങളിലേക്കാണല്ലോ എന്റെ തലമുറ പോകുന്നത്, എന്റെ കുടുംബം പോകുന്നതെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാ അകൽച്ചകളെയും മാറ്റി അതിനെ റെഡിയാക്കി എടുക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യമുണ്ട് എന്നുകൂടെ പറയുവാനായിട്ട് ഈ പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ശമര്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരോട് പറയുന്ന ഒരു കാര്യവും വളരെ ശ്രദ്ധേയമാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ അനന്തരം അവൻ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറപ്പിക്കുവാനും സകലവിധ ദീനം വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ് എന്നുള്ള ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോവ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമേയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോവ്, തദ്ദായി, സീമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കറിയോത്താസ് യൂദ. ഈ 12 പേരെ ഒരു നിമിഷം ഞാൻ ഒന്ന് എടുത്തോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്തോട്ടെ. ലൂക്കോസ് 10:3. അയക്കേണ്ടതിന് അപേക്ഷിച്ച് പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യമരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറയുവിൻ. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നതും തിന്നു കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് മതി. താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ച വാക്യം അതല്ല. നിങ്ങള് ശമര്യരുടെ അടുക്കൽ പോകരുതെന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? നിങ്ങൾ ശമര്യരുടെ അടുക്കൽ പോകരുതെന്ന് അപ്പോസ്തലന്മാരോട് പറയുന്ന ഒരു വാക്യമാണ്. സ്തോത്രം. 10-ാം അധ്യായം 3-ാം വാക്യത്തിലെ ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ എനിക്കൊന്ന് റെഫറൻസ് ഇട്ട് തരണം. ദൈവത്തിന് സ്തോത്രം. ഓർമ്മ വരുന്നു നിങ്ങൾക്ക്? ലൂക്കോസ് 10:33.
സോറി, 3 33. ഒന്ന് വായിക്കാമോ? 33. ക്ഷമിക്കണം. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് അതല്ല. നിങ്ങൾ ശമര്യക്കാരുടെ അടുക്കൽ പോകരുതെന്ന് അപ്പോസ്തലന്മാരോട് യേശു പറയുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്രം. ഞാൻ വേഗം എടുത്ത് തരാം. ദൈവത്തിന്റെ സ്തോത്രം. 10:5 അല്ലേ? ഓക്കെ, വായിക്കാമോ? യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കിടക്കാതെയും ഇസ്രായേൽ ഓക്കെ താങ്ക് യു അല്ലേ? താങ്ക് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതായത് ശമര്യക്കാരുമായിട്ട് ഇസ്രായേലിന്റെ യാതൊരു ബന്ധവും പാടില്ല എന്ന് പറയുന്ന സാഹചര്യമാണ് ഇവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോഴാണ്. ഈ ശമര്യ സ്ത്രീയുടെ അടുക്കിലേക്ക് യേശു പോകേണ്ടതായ ഒരു സാഹചര്യം വന്നു എന്നാണ് 4-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ശമര്യ സ്ത്രീയുടെ അടുക്കിലേക്ക് ശമരിയിൽ കൂടെ യേശു കടന്നു പോകേണ്ടി വന്നു. അപ്പൊ അവരുടെ പാരമ്പര്യം അനുസരിച്ച് ഗെരിസീമിൽ അവര് ആരാധന നടത്തുന്നുണ്ട്. ഗെരിസീം എന്ന് പറയുന്ന മലയിൽ അവർ ആരാധന നടത്തുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലും ആരാധന നടത്തുന്നുണ്ട്. ഈ ശമര്യ സ്ത്രീയുമായിട്ടുള്ള യേശുവിന്റെ സംഭാഷണത്തിൽ ശമര്യ സ്ത്രീ വളരെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്ന വ്യക്തിയാണ്. നിരവധി പാരമ്പര്യ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശമര്യക്കാര് വളരെ നല്ല മനുഷ്യരാണ് എന്ന് നമുക്കറിയാം. കാരണം 10-ാം അധ്യായത്തിൽ ഇപ്പോൾ നാം വായിച്ച 33-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ ശമര്യക്കാരൻ വഴിപോകയിൽ അവിടെ കിടന്നതായ ഒരു മനുഷ്യനെ കണ്ട് തന്റെ വാഹനം നിർത്തി സമയങ്ങളൊക്കെ ചെലവഴിച്ച് അദ്ദേഹത്തിന് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്തു. അങ്ങനെയുള്ളവരാണ്. മാത്രമല്ല അവര് നന്ദിയുള്ളവരുമാണ്. സ്തോത്രം. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ടുള്ള മനസ്സുള്ളവരും കൂടെയാണ്. നന്ദി പറയുന്നവരുമാണ്. ലൂക്കോസ് സുവിശേഷം 17:15-16 വായിക്കാമോ? ലൂക്കോസ് 17:15-16. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാലിൽ കമിഴ്ന്നു വീണു. താങ്ക് യു. അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിനെന്ന് പറഞ്ഞു. പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു. നമ്മൾ വായിക്കുന്നത് പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു എന്ന് പറഞ്ഞാൽ ശമര്യക്കാരായിട്ടുള്ള കുഷ്ഠരോഗികൾ, കുഷ്ഠരോഗികളായ 10 പേര് അവര് യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ അടുത്ത് വിളിച്ചോ തൊടുകയോ ഒന്നും യേശു ചെയ്തില്ല. അവരോട് വരുന്ന വഴിക്ക് തന്നെ പറഞ്ഞു, നിങ്ങൾ മടങ്ങിപ്പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ സൗഖ്യമായിട്ട് പോവുകയല്ല അവർ ചെയ്തത്, സൗഖ്യമാക്കിയിട്ട് വിടുകയും അല്ല ചെയ്തത്. പക്ഷെ മടങ്ങിപ്പൊക്കോ എന്ന് പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവർ പോവുകയാണ്. വഴി പോകയിൽ അവർ ശുദ്ധരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ചില വാഗ്ദത്ത വചനങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ മടങ്ങി പോകുമ്പോൾ തന്നെ ആ വിടുതൽ സംഭവിക്കും. യേശുവിന്റെ രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ചില ആലോചനകൾ, ചില ദൂതുകൾ, ചില വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാം പോകുമ്പോൾ തന്നെ, പ്രത്യക്ഷത്തിൽ ഒന്നും കണ്ടുകൊണ്ടല്ല, വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ അത് സംഭവിക്കും. ഇന്ന് പോൽക്കാലം സൂമിൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി വിദൂരങ്ങളായിരിക്കാം. ചിലപ്പോൾ ചില ദൂരങ്ങൾ നാം സഞ്ചരിക്കാനായിട്ടുണ്ടായിരിക്കാം. മണിക്കൂറുകൾ ചിലപ്പോൾ കഴിയണമായിരിക്കാം. എന്നാൽ ദൈവാലോചന ഏറ്റെടുത്തുകൊണ്ട് ആശുപത്രിയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച് നാം ആ വ്യക്തിയുടെ അടുക്കൽ ചെല്ലുന്നതിന് മുൻപ് നമ്മൾ കേട്ട ആലോചന ഏറ്റെടുത്തുകൊണ്ട് വഴി പോകുമ്പോൾ തന്നെ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിപ്പാനിടയാകും. വാഗ്ദത്തങ്ങളെ കേട്ട് മറക്കുന്നവരായിട്ടല്ല, കേട്ട് ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നവരായി നാളുകൾ നാം തീരാമെങ്കിൽ ദൈവം നമ്മളെ നിശ്ചയമായി അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വ്യക്തി വളരെ നന്ദിയുള്ളവരായിട്ട് മടങ്ങി വന്നത് ഒരു ശമര്യക്കാരനാണ് എന്നാണ് നാം വായിച്ചത്. ദൈവത്തിൽ നന്ദി ഇല്ലാത്തവരായി ഒത്തിരി ആളുകൾ തീരാറുണ്ട്. സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാത്തതായ ഒരു കൂട്ടം ആളുകളെ നമ്മളവിടെ കാണുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞു, പക്ഷേ ദൈവത്തിൽ നന്ദി കാണിക്കുന്നില്ല. ചിലര് കപടഭക്തിക്കാരാണ്. അവർ നിന്നുകൊണ്ട് തങ്ങളെ തന്നെ പുകഴ്ത്തി പറയുന്നവരാണ്. എന്നാൽ അതൊക്കെ മാറ്റിയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിൽ സ്തോത്രം അർപ്പിക്കുന്ന, ദൈവത്തിൽ നന്ദി അർപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏതവസ്ഥയിലാണ് എന്ന്
നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം തന്ന നന്മകൾക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നാം ദൈവത്തിൽ നന്ദിയുള്ളവരാണോ, ദൈവത്തെ സ്തുതിക്കുന്നവരാണോ, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നവരാണോ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ നന്ദിയുമുണ്ട്, സ്തുതിയുമുണ്ട്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നാം നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. സ്തുതി എന്ന് പറയുന്നത് ദൈവം ആരാണെന്ന് ഓർത്ത് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഉപകാരം ഉണ്ടായാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, ദൈവം ആരാണോ അത് നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് മാത്രമല്ല, ദൈവം ആരാണെന്നറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. അപ്രകാരം ചെയ്യുന്ന വ്യക്തികളായിരുന്നു ഈ വ്യക്തിയായിരുന്നു ഈ ശമരിയിലുള്ള ഒരു വ്യക്തി. ആ ശമരിയിലുള്ള വ്യക്തിയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ വിഷയം ശമരിയ സ്ത്രീ എന്നുള്ളതാണല്ലോ. ശമരിയ സ്ത്രീയുമായിട്ടുള്ള യേശുവിന്റെ സംഭാഷണം. സ്തോത്രം. എല്ലാവരാലും തള്ളപ്പെട്ടവരെയും കർത്താവ് ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ശൂനേംകാരിയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ ശൂനേംകാരി എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. കാരണം ശൂനേംകാരി വലിയ സമ്പന്നയൊന്നുമല്ല, മുന്തിരിത്തോട്ടം സ്വന്തമായിട്ടുള്ളവളല്ല, അവൾ വേല ചെയ്യുന്നവളാണ്. അവൾ കറുത്തവളല്ല, പക്ഷെ ഇരുൾ നിലം പറ്റിയിട്ടുണ്ട്, കറുത്ത നിറമായി തീർന്നതാണ്. സ്തോത്രം. അവൾ യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ മണവാളനെ കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒത്തിരി കാര്യങ്ങൾ പറയുന്നതാണ്. ഈ രാജാവിന് അവളോട് സ്നേഹം തോന്നി, സലോമോൻ രാജാവിന്. വാസ്തവത്തിൽ രാജാക്കന്മാര് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അതേ പ്രൗഢിയിലുള്ള, അതേ സൗന്ദര്യമുള്ള, അതേ സമ്പത്തുള്ള, അതേ നിലവാരമുള്ള ഒരാളെ ആണെങ്കിൽ ഇവിടെ ഈ പെൺകുട്ടി ശൂനേംകാരി അതിനൊന്നും അർഹതയോ യോഗ്യതയോ ഒന്നും ഉള്ള ആളല്ല. സ്തോത്രം. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്വാളിറ്റി കൊണ്ടൊന്നുമല്ല. അവന് നമ്മളോട് കരുണ തോന്നി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു കാര്യം കൂടെ അതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു വിട്ടെ. സ്തോത്രം. ഇവൾ ഈ ശൂനേംകാരി യേശുവിനെ തന്റെ മണവാളനെ കണ്ടുമുട്ടിയതിന് ശേഷം അവളുടെ ശബ്ദത്തിലും അവളുടെ വാക്കിലും നിറച്ച് ഈ മണവാളനെ കുറിച്ചുള്ള ഓർമ്മയാണ്. സ്തോത്രം. അവള് ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്റെ മണവാളനെ കുറിച്ചാണ് പറയുന്നത്. ഇത് കേട്ട ആൾക്കാർക്ക് ഒരു സംശയം തോന്നി. അവർക്ക് ഈ ആവേശം കണ്ടപ്പം ശൂനേംകാരോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താ ഇത്ര പ്രത്യേകത? സ്തോത്രം. നമ്മുടെ ഓർമ്മയും ചിന്തയും വാക്കുകളും കേൾക്കുന്നവർക്ക് തോന്നണം നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞത് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായ ഒരുവനെയാണ്. നാം ആരാധിക്കുന്നത്, നാം കണ്ടുമുട്ടിയത് നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള, നമ്മളെ നയിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ഒരുവനെയാണ് നാം കണ്ടെത്തിയത് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്ന് പൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം അവൾ എന്ന് വെച്ചാൽ സുവിശേഷം ചോദിച്ചു പഠിക്കുന്ന, ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷം ചോദിച്ചു പഠിക്കുന്ന നിങ്ങളുടെ കർത്താവിന് എന്താ ഇത്ര പ്രത്യേകത? നിങ്ങളുടെ യേശുവിന് എന്താ ഇത്ര പ്രത്യേകത? കാരണം നമ്മുടെ ആ പോക്കും വരവും സംസാരവും കാണുമ്പോൾ ഇതൊരു പ്രത്യേകത ഉള്ളതാണെന്ന് ആളുകൾക്ക് തോന്നണം. സ്തോത്രം. നമ്മൾ എന്നും കരഞ്ഞും വിളിച്ചും ദുഃഖിച്ചും പ്രയാസപ്പെട്ടും നടക്കുകയല്ല. നമ്മുടെ ഉത്സാഹവും സന്തോഷവും ആവേശവും പ്രത്യാശയും കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നവരെ കുറിച്ച് അവൻ നമ്മളോട് ചോദിപ്പാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലോ. ശമരിയക്കാരിയെ കർത്താവ് തിരഞ്ഞെടുത്തു. എല്ലാവരാലും തള്ളപ്പെട്ടതെന്ന് തോന്നുമ്പോഴും നമ്മളെ തിരഞ്ഞെടുക്കുവാൻ കർത്താവിന് തിരുവിഷ്ടം തോന്നി. അതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഒരു ബന്ധവുമില്ലാതിരുന്ന, ഇസ്രായേലുമായിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്ന ശമരിയായെ കർത്താവ് സ്നേഹിച്ച് അങ്ങോട്ട് ചെന്നു. അവളുമായിട്ട് സംഭാഷിക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. അവൾ മനസ്സിലാക്കി വന്നിരിക്കുന്ന ഒരു പ്രവാചകനാണ്. അവൾ എന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നത്. എന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, ഞാൻ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. യേശുവിന്റെ അടുക്കൽ വന്ന് സംഭാഷിച്ചു തുടങ്ങിയപ്പോൾ, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞിരിക്കുമ്പോൾ ഭർത്താവില്ല. സ്തോത്രം. നീ പറഞ്ഞത് ശരി തന്നെയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. വാസ്തവത്തിൽ ചിലപ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആരെ വിളിച്ചോണ്ട് വരും? ആദ്യത്തെ ആളെ വിളിച്ചാൽ രണ്ടാമത്തെ ആള് പിണങ്ങും, രണ്ടാമത്തെ ആളെ വിളിച്ചാൽ മൂന്നാമത്തെ ആള് പിണങ്ങും, അതുകൊണ്ടാണോ വിളിക്കാത്തതെന്ന്. സ്തോത്രം. അതൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. 5 ഭർത്താക്കന്മാരെന്ന് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ശമരിയിലുള്ള 5 ദേവന്മാരെ കുറിച്ചാണ്. നാം പറഞ്ഞ 5 സ്ഥലങ്ങളിൽ അവർ വെച്ചു പൂജിച്ച് ആരാധിച്ചു വരുന്ന 5 ദേവന്മാരുള്ള സ്ഥലമാണ്. ഈ 5 ദേവന്മാരെ നിങ്ങൾ ആരാധിക്കുന്നു. അതാണ് 5 ഭർത്താക്കന്മാരെന്നവിടെ ആത്മീയർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയാണ് നിന്റെ ആരാധന ഇരിക്കുന്നത്. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവ്, ഇപ്പോഴുള്ളവൻ എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ഇതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇവര് വിഗ്രഹത്തെ ആരാധിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ ഒരു സിംഹം അവിടെ ഇടയിലേക്ക് വന്ന് അവർക്ക് വലിയ നാശമുണ്ടാക്കി. ആ നാശമുണ്ടാക്കിയപ്പോൾ അവർ തീരുമാനിച്ചു, അവർക്ക് മനസ്സിലായി ഈ ശമരിയിലുള്ള യഥാർത്ഥ അഭിഷിക്തന്മാരെ, പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ പറഞ്ഞയച്ചത് കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അതുകൊണ്ട് അവരിൽ ഒരുവനെ
കൊണ്ടുവന്ന് നമുക്ക് ശുശ്രൂഷ ചെയ്യിക്കണമെന്ന് താല്പര്യപ്പെട്ട് അവർ ശുശ്രൂഷിക്കുന്നതായി നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പുരോഹിതൻ രാജാവിന്റെ താല്പര്യപ്രകാരം അവിടെ വന്നെങ്കിലും അവനെ അംഗീകരിക്കാനായിട്ടോ അവന്റെ വാക്കുകൾ വിശ്വസിക്കാനായിട്ടോ അവർക്ക് കഴിഞ്ഞില്ല എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ 27-ാം വാക്യത്തിലൊക്കെ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഒരു പുരോഹിതനെ കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊണ്ടുവന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ അവർ ചിന്തിച്ചെങ്കിലും വന്ന പുരോഹിതനെ അവർ അംഗീകരിച്ചില്ല. ഞാൻ അല്പം ധൃതി പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ അനങ്ങയും സ്തോത്രം പറയുകയും കൈ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശബ്ദമില്ലെങ്കിലും നിങ്ങളുടെ ആക്ഷൻ കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷമാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ശമരിയ സ്ത്രീ യേശുവുമായിട്ട് സംഭാഷിക്കുമ്പോൾ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? യഹൂദിയിലും ശമര്യമായിട്ട് ബന്ധമില്ല എന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതായ ഈ ശമരിയ സ്ത്രീയാണ് യേശുവിനോട് സംഭാഷിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോൾ നീ ഒരു യഹൂദനാണെന്ന് മാത്രമല്ല അവൾ മനസ്സിലാക്കുന്നത്, നീ ഒരു പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കുന്നു. സ്തോത്രം. അനേക കാര്യങ്ങൾ യേശുവുമായിട്ട് അടുത്തു വരുമ്പോൾ അവൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. കർത്താവിനെ കൂടുതൽ അടുക്കുമ്പോഴാണ് കർത്താവ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത് യജമാനൻ എന്നാണ് അവൾ വിളിച്ചത്. പിന്നീട് പറയുന്നത് നീ ഒരു പ്രവാചകനാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവസാനം പറയുന്നത് ഞാൻ മശിഹായെ കണ്ടെത്തി. പിന്നെ 42-ാം അധ്യായത്തിൽ 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ലോക രക്ഷിതാവ് ആണ് ഞാൻ കണ്ടെത്തിയത് എന്നവൾ പറയുന്നു. യേശുവിനോട് കൂടുതൽ എടുക്കുമ്പോൾ അവൻ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. അപ്പോൾ യേശുവുമായിട്ടുള്ള ആരാധനയെ കുറിച്ചുള്ള സംഭാഷണത്തിൽ അവൾ പറയുന്നത് ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നത് തന്നെ. ഇവർക്കും കുറച്ച് പാരമ്പര്യ വിശ്വാസമൊക്കെ ഉണ്ട്. ഇവർക്ക് തെറ്റിച്ചിരിക്കുന്ന ചില ചരിത്രവും അവർക്കുണ്ട്. ഇത് യാക്കോബിന്റെ കിണർ ഞങ്ങൾക്ക് ഇവിടെയുണ്ട്, അവിടെയാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നതൊക്കെ പാരമ്പര്യത്തിന്റെ അവകാശം പറയുന്ന ആളുകളുണ്ട്. സ്തോത്രം. അത് യാക്കോബിന്റെ കിണർ അല്ല എന്നുള്ള കാര്യം നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സുക്കോത്തിലാണ് അവർ വന്ന് ആരാധിക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ചുരുക്കം പറഞ്ഞാല് ഗെരിസീം മലയിൽ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഞങ്ങൾക്ക് ഇവിടെ ആരാധിക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ നിങ്ങൾ അങ്ങ് യെരൂശലേമിലല്ലേ പോയി ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശു അവരോട് പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ പിതാവിനെ ആരാധിക്കേണ്ടവർ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത്. ഈ ശമരിയ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ സംശയം എവിടെ പോയി ആരാധിക്കണം എന്നുള്ളതാണ്. ആരാധനാ സ്ഥലത്തെ കുറിച്ചുള്ള ചിന്തയാണ് അവളെ ഭരിക്കുന്നതെങ്കിൽ യേശു പറയുന്നത് ആരാധിക്കുന്ന സ്ഥലത്തിനല്ല പ്രാധാന്യം, ആരെ ആരാധിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നും പാരമ്പര്യ വിശ്വാസികൾ പലപ്പോഴും പള്ളി വിട്ടാൽ, പശ്ചാത്തലം വിട്ടാൽ, സാഹചര്യം വിട്ടാൽ, കൂട്ടായ്മ വിട്ടാൽ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന സുബിനോട് ശ്രദ്ധിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ട എനിക്ക് പറയുവാനുള്ളത്, ആരാധന സ്ഥലത്തിനല്ല പ്രാധാന്യം, മറിച്ച് ആരെ ആരാധിക്കുന്നു എന്നുള്ളതിനാണ്. സ്തോത്രം. എപ്രകാരം ആരാധിക്കുന്നു എന്നുള്ളതിനാണ്. സത്യത്തിലും ആത്മാവിലുമാണ് അവനെ ആരാധിക്കേണ്ടത്. അത് വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ശമരിയ പട്ടണത്തെ കർത്താവ് തള്ളിയെങ്കിൽ, അവിടെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പഴയ നിയമത്തിൽ മന്ദിരം പണിയാൻ വേണ്ടി പോലും അവർക്ക് അവകാശം കൊടുത്തില്ല എങ്കിൽ, അവരെ മാറ്റി നിർത്തിയെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥിതികൾക്ക് മാറ്റമുണ്ടായി. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊക്കെ കാണാപ്പാടാൻ അറിയാവുന്ന ഒരു വാക്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, സ്തോത്രം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറ്റി നിർത്തിയ ശിഷ്യന്മാരോട് അവിടെ പോകേണ്ട എന്ന് പറഞ്ഞ് വിലക്കേർപ്പെടുത്തിയ ആ സ്ഥലത്തെ വിലക്ക് മാറ്റുന്നതായിരുന്നു പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ദൈവത്തിന് സ്തോത്രം. പോകണ്ട എന്ന് പറഞ്ഞിടത്തേക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിൽ എല്ലായിടത്തും പോകണം. ജാതിയുടെയും മതത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ പകർന്ന് അകലെ മാറ്റി നിർത്തിയിരുന്നവരെ മുഴുവനും ക്രിസ്തുവിന് വേണ്ടി നേടാനുള്ള പദ്ധതി പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഈ വചനം ഇന്ന് പകൽക്കാലം എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, സ്തോത്രം, അകറ്റി നിർത്തിയിരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, നമുക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ആ അതിർവരമ്പുകളെ ഭേദിച്ച് നമുക്ക് അങ്ങോട്ട് പോകുവാനിടയായി തീരും. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം എത്തുമ്പോൾ ശമരിയിൽ വരുന്ന വലിയ ഉണർവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പോകേണ്ട എന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുള്ള, ദൈവാത്മാവ് പറഞ്ഞിട്ടുള്ള, സ്തോത്രം, നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന ചിലരെ ആത്മാവിന്റെ ശക്തിയോടെ കടന്നു ചെന്ന് നേടുവാൻ, ഫിലിപ്പോസിന്റെ ആത്മാവിനാൽ ചിലരെ യെരൂശലേമിലേക്ക്, ശമരിയിലേക്ക് അയക്കുവാൻ ദൈവത്തിന് ഇന്ന് പകൽക്കാലം പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.
ഒരു കാരണവശാലും ദൈവത്തോട് അടുത്തു വരുവാൻ സാധ്യതയില്ലാത്ത, ശാപത്തിൽ പെട്ടുപോയ, ദൈവത്തെ ആരാധിക്കാതിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവത്തിലേക്ക് നേടുവാൻ, സുവിശേഷത്തിന്റെ അഗ്നിയുമായി കടന്നു പോകുവാൻ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ പകൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ 8ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി വായിച്ചു വരുമ്പോൾ അവിടെയാണ് ശമരിയിൽ നടക്കുന്ന ഉണർവ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടങ്ങളിൽ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെന്ന് ചെയ്ത അത്ഭുതങ്ങളെ, ആ അടയാളങ്ങളെ പുരുഷന്മാർ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ വിളിച്ച് പുറപ്പെട്ടു പോയി. ദൈവത്തിന്റെ സ്തോത്രം. ഒത്തിരി പറയുവാനായിട്ടുണ്ട്, ഞാൻ അവിടേക്കൊന്നും വിശദീകരിക്കുന്നില്ല. ഈ ദിവസങ്ങളൊക്കെ ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെയൊക്കെ, ഈ ഭാഗങ്ങളിലൂടെയൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലേ, സംസാരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് കൈമാറാനുള്ള ഒരു ദൂത് എന്ന് പറയുന്നത്, സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്നത്. വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞ പട്ടണത്തിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും, വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ഫിലിപ്പോസ് പോയതുപോലെ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ബന്ധങ്ങളുടെ അടുക്കലേക്ക്, ഒരുപക്ഷെ ഒരു കല്യാണ ദിവസമായിരിക്കാം, അല്ലെ കല്യാണത്തിന്റെ തലേന്നായിരിക്കാം, മറ്റൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, സ്തോത്രം, ദൈവത്തെ ആരാധിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ നടുവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുമ്പോൾ നിന്റെ ഉള്ളിൽ നിറഞ്ഞ് കത്തുന്ന ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് അവരിൽ ചിലരെ നേടുവാൻ കഴിയും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശുവിന്റെ രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് തരുന്ന അവസരങ്ങളാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിന്റെ മേൽ ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, ഹല്ലേലൂയ, തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളെ പണിതെടുക്കുവാൻ ദൈവം ഒരു പ്രത്യേക അഭിഷേകമായിട്ടാണ് ദൈവം നിന്നെ ഒരു പട്ടണത്തിലേക്ക് അയക്കുന്നത്. ചില കൂട്ടുകാരുടെ അടുക്കിലേക്ക് തന്നെ അയക്കുന്നത്, ചില ബന്ധുപുത്രാദികളുടെ അടുക്കിലേക്ക് നിങ്ങളെ അയക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് ശാപം നിറഞ്ഞു നിൽക്കുന്ന, ദൈവമായി ഒരു ബന്ധമില്ലാത്ത സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവരെ ആത്മാവിൽ നേടിയെടുക്കുവാൻ ദൈവത്താൽ നിങ്ങൾ ഐക്യപ്പെടുന്നതാകയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് വേണം ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുവാൻ. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ദൈവം നിങ്ങളോട് ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ആമുഖമായി പറഞ്ഞപ്പോൾ അവസാനിപ്പിച്ച ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യോബിന്റെ പുസ്തകം 14ാം അധ്യായം 7ാം വാക്യം തോന്നുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വൃക്ഷം, പ്രൈസ് ദി ലോർഡ്, അതിനെ വെട്ടിയിട്ടാലും, ഹല്ലേലൂയ, റൂബാനാബ ശംഭരാധന അരൽക്കര റിഗടഗജക ശബ്ദരാജകസി, നമ്മുടെ എല്ലാ പ്രസരിപ്പും, നമ്മുടെ എല്ലാ തളിർപ്പും, നമ്മുടെ വളർച്ചയും നീങ്ങി ഇനി ഒരിക്കലും നിനക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ, ഒരു വൃക്ഷം വെട്ടിയിട്ടതുപോലെ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായപ്പോൾ, നാം വളർന്നു വന്ന മേഖലയിൽ, നാം അടിപറഞ്ഞു പോയ മേഖലയിൽ, സ്തോത്രം, തകർന്നുപോയി, അതിന്റെ വേര് നിലത്ത് കിടന്ന് അറ്റുപോയാലും ചാരം പോലെ ആയാലും ഒരു വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം കൊണ്ട്, ഹല്ലേലൂയ, രൂപാരാപ ശബ്ദര, അത് വീണ്ടും കിളിർക്കുന്നത് പോലെ, വീണ്ടും വളരുന്നത് പോലെ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില മേഖലകളെ മടക്കി തന്ന് കഴിഞ്ഞതിനേക്കാൾ വലിയ പ്രൗഢിയോടെ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നിന്റെ തലമുറയ്ക്ക് വന്നിരിക്കുന്ന നാശങ്ങൾ, നിന്റെ തലമുറയ്ക്ക് വന്നിരിക്കുന്ന വീഴ്ചകൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നീ ചെല്ലുമ്പോൾ ഒരു വെള്ളത്തിന്റെ ഗന്ധം കൊണ്ടൊരു വൃക്ഷം അതിന്റെ പൊട്ടി പുറപ്പെടുന്നത് പോലെ, അത് ജീവിച്ച് ശക്തി പ്രാപിക്കുന്നത് പോലെ നിന്റെ തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ, ആത്മീയമായ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇത് പോൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. സ്വന്തം പഴയതല്ല, സകലത്തിനെ പുതുതാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശമരിയ പട്ടണത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ ജയിക്കുവാൻ, അവിടെയുള്ള ദുർഭൂതങ്ങളെ ജയിക്കുവാൻ ദൈവം നിന്റെ മേൽ അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാധാരണ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ വലങ്കയ്യിലൂടെ നിങ്ങളൊന്ന് നോക്കണമെന്ന്. സ്തോത്രം. നമ്മുടെ വലങ്കൈ കൈനോട്ടമൊന്നുമല്ല. വലങ്കൈ ഇത് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം കർത്താവ് തന്നേക്കുന്നതല്ല. ഈ കൈ വെച്ചാൽ രോഗികൾ സൗഖ്യമാകും. ഈ കൈ ചൂണ്ടിയാൽ, സ്തോത്രം, ഭൂതങ്ങൾ വിട്ടുപോകും. ഈ വിരൽ ചൂണ്ടി നീ സംസാരിച്ചാൽ ദൈവത്തിന്റെ ശക്തി നിന്നിലൂടെ വ്യാപരിക്കും. നമ്മുടെ സഭാപാസ് തന്നെ വന്നു വേണം നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി സൗഖ്യം ആവശ്യമാകുമ്പോൾ ദൈവം നിന്റെ കയ്യിൽ തന്നിട്ടുള്ള ഈ കൈ, ദൈവം തന്ന അധികാരം ഉപയോഗിച്ച് വെച്ച് പ്രാർത്ഥിക്കുവാൻ, ചൂണ്ടി പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കും. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ ചെയ്യുവാനായിട്ട് ഇടയായി
ഇടയായി തീരും. സ്തോത്രം. വെറും വാക്കുകളിലൂടെയുള്ള അറിവിന്റെ കുറെ കാര്യങ്ങളിലൂടെ അല്ല ദൈവവചനം പോകേണ്ടത്. സ്തോത്രം. അറിവ് നമുക്ക് നല്ലതാണ്, പക്ഷേ അനുഭവവിദ്യമായി തീരണം. യേശു രോഗിയെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ പോരാ, അത് പഠിപ്പിച്ചു കൊടുത്താൽ പോരാ, അത് എഴുതിയെടുത്താൽ പോരാ, പ്രസംഗിച്ച് കേൾപ്പിച്ചാൽ പോരാ, മറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിപ്പാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ചിലരെ ദൈവം തന്റെ സുവിശേഷാത്മാവിനാൽ നിറയ്ക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ പലപ്പോഴും ആലോചനകൾ ഉണ്ടായിട്ടും, വേണ്ടതുപോലെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും, വേണ്ടതുപോലെ തീരുമാനമെടുക്കുവാൻ കഴിയാതെ, കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് കഴിയാതെ ഇരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നു. ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ ഓർപ്പിക്കട്ടെ, ശമരിയ പട്ടണത്തിലേക്ക് ഫിലിപ്പോസ് പോയതുപോലെ ശാപം കൊണ്ട് നിറഞ്ഞതായ ഒരു പട്ടണത്തിലേക്ക്, ഭവനത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക് ദൈവം നിന്നെ അയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര പേര് ആലോചന ഏറ്റെടുത്തുന്നു, കർത്താവേ നിന്റെ ശക്തി എനിക്ക് ആവശ്യമാണെന്ന് പറയും. ശമരിയുടെ ചരിത്രം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ ഗ്രാമത്തിന്റെ ചരിത്രം മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നാളുകളായി വിശ്വാസത്തിലേക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന ചില കുടുംബങ്ങളെ കർത്താവ് നിന്റെ കയ്യാൽ, നിന്റെ വചനത്താൽ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ജൂഡാമന, ഹത്തുരാമന, ശംധര, രഗൽക്കമന, യേശുവിന്റെ രക്തജയം, യേശുവിന്റെ രക്തജയം, യേശുവിന്റെ രക്തജയം. ചിലരോട് വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സാമുവേൽ ജോർജ് വാത്സല്യ ചാനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ ദിവസങ്ങൾ ചില അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ സംശയങ്ങളെ മാറ്റിവെച്ച് അധികാരത്തോടെ ചിലത് കൽപ്പിക്കുമ്പോൾ, ചില ബന്ധങ്ങളുടെ നടുവിൽ, ചില പാരമ്പര്യങ്ങളുടെ നടുവിൽ, പാരമ്പര്യമായ ആരാധനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ, പാരമ്പര്യത്തിനല്ല പ്രാധാന്യം, സ്ഥലത്തിനല്ല പ്രാധാന്യം, ആരെ ആരാധിക്കുന്നു എന്നതിനുള്ളതിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ചിലരെ മുൻപോട്ട് നയിക്കുവാൻ, ചില നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. കൃപ. പരിശുദ്ധാത്മാവ് പറയുന്നത് ചിലരെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചിലരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നിന്റെ വാക്കുകളിലൂടെ സാധ്യമായി തരും. ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ചില വ്യക്തികൾ, ചെറുപ്പക്കാരായ രണ്ടുപേരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ദൈവാത്മാവ് നിയോഗം തന്നാൽ അപ്പോൾ തന്നെ അവരോട് പോയി ദൈവവചനത്തെ കുറിച്ച് പറയണം. പറയാൻ നിനക്ക് അറിയാമോ എന്നുള്ള നിന്റെ അറിവ് വെച്ചല്ല പറയേണ്ടത്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുവാൻ തയ്യാറാകുമ്പോൾ ചില പ്രത്യക്ഷമായ തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ പണിതെടുത്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴമായി സന്ദേശം അറിയിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ സിജു തോമസ് പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കുശവന്റെ കയ്യിൽ ഒരു പാത്രം മണ്ണിരുന്ന് ചീത്തയായി പോയാൽ പിന്നെയും അതിനെ ഉടച്ചു വാർക്കുന്ന പോലെ ദൈവഹിതപ്രകാരം ഞാൻ നിന്നെ പണിതെടുക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ആകുവാൻ കഴിയാതെ ബന്ധപ്പെടുമ്പോൾ, അതിനെ ഉടച്ച് ലോകത്തിലുള്ള എല്ലാ കുശവന്മാരും അതിനെ എറിഞ്ഞു കളയുമ്പോൾ, നമ്മുടെ നല്ല കുശവൻ എറിഞ്ഞു കളയുകയല്ല, അതിനെ പണിതെടുക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കുശവന്റെ മനസ്സിലൊരു പാത്രമുണ്ട്. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല, ഒരു വ്യക്തിയും ഇന്ന് വരെ കാണാത്ത ഒരു പാത്രമായി കുശവന്റെ കയ്യിലിരിക്കുന്ന ഒരു പാത്രം പോലെ അവനെ പണിതെടുത്ത് പുറത്ത് കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ചില മാസങ്ങൾക്കൂടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നതിനപ്പുറമായി ഒരു വിടുതൽ ദൈവം നൽകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. സാമ്പത്തിക വിഷയത്തിൽ ചില വിടുതലുകൾ ദൈവം അയക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ചില വഴികൾ തുറക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിരവധി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുന്നല്ലോ, ദൈവത്തിന്റെ വചനമാകുമ്പോൾ എല്ലാവരോടുമുള്ള ആലോചനയാണ്. നാം അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയ ലീലാമാമ ബാംഗ്ലൂർ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സൗഖ്യം ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ കൂടി ഇനിയും പ്രാപിക്കാനായിട്ടുണ്ട്. പലപ്പോഴും മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന, മരണത്തെ വെല്ലുവിളിക്കുന്ന, മരണത്തെ മുഖാമുഖം കാണുന്ന, പ്രതീക്ഷയില്ലെന്ന് മനസ്സ് പറയുമ്പോഴും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ചില വാഗ്ദത്തങ്ങൾ ശേഷിക്കുന്നുണ്ട്. നീ ജീവിച്ചിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇനിയും ദൈവം നടത്തിയ വിധങ്ങളെ അനേകരുടെ മുൻപിൽ നീ അറിയിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുള്ളൂ. വാഗ്ദത്തങ്ങൾ ശേഷിച്ചിരിക്കുന്ന ആകയാൽ ദൈവവചനത്തിൽ വിശ്വസിച്ച് ഉറയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ പോൾ ജോയ് അല്ലെ, പൗളി ജോയ്, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, രൂത്തിനെ പോലെ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യമല്ല സ്ഥാനത്ത് ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്തേക്ക് വന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു ചോദിച്ചാൽ പറയാൻ ഒരേ ഒരു കാരണമുള്ളൂ, ഭാഗ്യവശാൽ
ജൂഡാബ ശംധര ദിനക റിഗൽ കമനക ജഗസി. ഒരു വലിയ പാരമ്പര്യത്തിന്റെ നടുവിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഒരു വലിയ അഭിഷേകം നിന്റെ മേലുണ്ട്. ചിലത് പണിതെടുക്കുവാൻ, തകർന്നു എന്ന് തോന്നുന്ന ചിലതിനെ പണിതെടുക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ദിവസങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ച് ചില കൃപാവരങ്ങളെ പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ചിലരോട് ആലോചന പറയുവാൻ. ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ഇതിന്റെ കാഴ്ചകൾ തരും. ഞാൻ പറയണ്ട, ഇപ്പൊ പറയണ്ട എന്ന് പറഞ്ഞ് മടിച്ചു മാറി നിൽക്കരുത്. സ്തോത്രം. ഇരമ്യാവിനെ പോലെ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല, ദൈവം തരുന്ന ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഏറ്റെടുത്ത് സംസാരിക്കുവാൻ നീ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ ചില ദൈവ പ്രവൃത്തി നിന്നിലൂടെ, നിന്റെ വാക്കിലൂടെ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. പലപ്പോഴും കുടുംബത്തിന്റെ ആരാധന അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തി ജൂഡാമന ഹത്തുര മനക ശബ്ദര ഒരാൾ പറയുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത, എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണ് പറയുന്നതെങ്കിലും വാക്കിൽ ചർച്ചയില്ലാതെ ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടുന്ന ചില അവസ്ഥകൾ ഭവനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രവൃത്തിക്ക് കീഴ്പ്പെടുക, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്ത് ഒരുമിച്ച് ഐക്യതയോടെ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒരേ ഉദ്ദേശ ലക്ഷ്യത്തോടെ മുൻപോട്ട് വരുവാനും എല്ലാ തടസ്സങ്ങളെയും നീക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തനാണെന്ന് ഇത് പോലക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ സമയം അവസാനിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു വേള നമുക്ക് ഒരുമിച്ച് കാണാം. തീർച്ചയായിട്ടും ശാപം കൊണ്ട് നിറഞ്ഞ ശമരിയ പട്ടണത്തിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനുള്ള ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കുവാൻ എന്നെ ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും അവസരം നൽകുകയും ചെയ്ത കർത്താവിന്റെ ദാസനോട് എല്ലാ ദൈവമക്കളോടും എന്റെ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോർക്ക് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.